ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വേറെ എവിടെയല്ല, ദേ ആർട്ട് ഹൗസ് കഫേയിലാണ്. ഇങ്ങനൊരു കഫേ ഇവിടെ ഉള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അതെ, ആർട്ട് ഹൗസ് കഫേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കഫേ ആട്ടോ ഇത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഈ മെനു മാറ്റി വെക്കാൻ പറ്റുന്നൊന്നും അല്ല, പക്ഷെ കുറച്ച് എക്സ്പെൻസീവും ആണ്. ആദ്യം നമുക്ക് ഈ കഫേ ഒന്ന് കാണാം അല്ലേ, എന്നിട്ട് ഞാൻ പറയാം ഇവിടെ ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന്. ദേ ഈ ഒരൊറ്റ ഒരാളുടെ നിർബന്ധത്തിലാട്ടോ ഞാനിപ്പോൾ ഈ കഫേയിലുള്ളത്. ഈ കാണുന്ന ഓരോ പെയിൻറ്റിങ്ങും അവിടെ ഫുഡ് കഴിക്കാൻ വന്നവർ വരച്ചതാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ ഗൈസ്, ഇവിടെയുള്ള ഓരോ പെയിൻറ്റിങ്ങും ഇതുപോലെ ഓരോരുത്തർ വരച്ചതാണ്. നമ്മളും ഇന്ന് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു പരിപാടിക്കാണ്. ദേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ കളറൊക്കെ വെച്ച് പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പെയിൻറ്റിങ്സും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ദേ ഇത് കണ്ടില്ലേ, നല്ല രസമല്ലേ? ദേ ഇതുപോലെ നമ്മൾ വരച്ച ഓരോ പിക്ചേഴ്സ് ഇവർ ഹാങ് ചെയ്തിട്ടുണ്ട്. സോ ഈ കഫേ നിറച്ച് ഇതുപോലത്തെ പെയിൻറ്റിങ്സ് ആണേ. അപ്പോൾ കഫേ കുറച്ച് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം അല്ലേ. നമുക്കിനി ഫുഡൊക്കെ കഴിച്ച് നമുക്ക് കളർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഡ്രിങ്ക് ആട്ടോ ഓർഡർ ചെയ്തത്. അപ്പോഴത്തേക്ക് നമ്മുടെ വാട്ടർ കളറും പ്ലേറ്റും ഒക്കെ ഒന്നും പ്ലേറ്റിലാട്ടോ നമ്മൾ കളർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഗൈസ് ഇതെനിക്കൊരു വലിയ ടാസ്ക്കായിരുന്നു. കാരണം പണ്ട് സ്കൂളിൽ നമ്മുടെ മലയും സൂര്യനെയും വീടൊക്കെ വരച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് വാട്ടർ കളർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ചേച്ചി നന്നായിട്ട് വരയ്ക്കോട്ടോ, പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഇങ്ങനൊരു കാര്യം കിട്ടിയപ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫോണിൽ കുറേ തപ്പിയിട്ട് ഞാനൊരു ഫോട്ടോ കണ്ടുപിടിച്ചു. അതുപോലെ എന്തായാലും വരില്ലെന്ന് എനിക്ക് 100% അറിയാം. പക്ഷെ നിങ്ങൾ എൻ്റെ പെയിൻറ്റിങ് കണ്ടിട്ട് പറ, ഇതെങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങളുടെ പെയിൻറ്റിങ്സ് ഇവിടെ റെഡിയാണേ. ഇനി ഫുഡ് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ബാക്കി നടന്ന് കാണാൻ. ഇവിടെയുള്ള ഓരോ പെയിൻറ്റിങ്സിനും എന്തെങ്കിലും ഒരു സ്റ്റോറി പറയാനുണ്ടാവും അല്ലേ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പെയിൻറ്റിങ്സ് അവരുടെ കയ്യിൽ കൊടുത്ത് ഇതുപോലെ ഹാങ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവരാം. എൻ്റെ പെയിൻറ്റിങ്സ് ഞാൻ കൂടെ കൊണ്ടുവന്നു. കാര്യം എൻ്റെ ആദ്യത്തെ പെയിൻറ്റിങ് ആയത് കാരണം ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് എൻ്റെ റൂമിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആർട്ട് കഫേയുടെ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ ലൊക്കേഷൻ ഏതാണെന്ന് മറക്കണ്ട, അബുദാബി അൽബത്തീൻ.